ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെഎം ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹലുവേൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി കൊണ്ടാട്ടോ ഈ ഹലുവ തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹലുവയായിരിക്കും. മെഷർമെൻറ്റൊക്കെ ഈ കപ്പിലാട്ടോ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എടുത്താലും മതി. അപ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നോർമൽ വെള്ളമാട്ടോ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ചൂട് വെള്ളം ചേർത്താലും കുറച്ചും കൂടി പാല് കൂടുതലായിട്ട് കിട്ടും കേട്ടോ. ഈ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരെട്ടും കൂടി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഹലുവയിലേക്ക് നല്ല അരിച്ചെടുക്കണം, എന്നാലേ ഒരു പെർഫെക്റ്റ് ആയിക്കാണ്ട് നമുക്ക് ഹലുവ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാക്കണം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 കപ്പ് അമൃതപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഫോർക്ക് അതുപോലെ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടാക്കിയാലും മതി. പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. സ്പൂൺ കൊണ്ടായതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അപ്പോൾ കട്ടകളൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരിപ്പീൽ വെച്ചിട്ടാണ് അരിച്ചെടുക്കാം. നമ്മൾ ഹലുവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. എന്നാലും നല്ലൊരു പെർഫെക്റ്റ് ആയിക്കാണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കേട്ടോ, ഇതിൻ്റെ ബാക്കി വന്ന വേസ്റ്റാണ്. ഇത് വേണമെന്നില്ല കേട്ടോ, ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലോണം ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ അമൃതപ്പൊടിയും കലക്കി വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം അത് തയ്യാറാക്കി എടുക്കാൻ, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിക്കണം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതായിട്ട് പെട്ടെന്ന് തന്നെ ഈ അമൃതപ്പൊടി നല്ലോണം കുറുകി വരും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകാണ്ടൊന്ന് നല്ലോണം കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ പാനിൽ നിന്ന് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. നല്ലോണം കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ വേണം ഇതൊക്കെ തയ്യാറാക്കി എടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതിനനുസരിച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് അടിയിൽ നിന്നൊക്കെ നമുക്ക് വേർത്തിട്ട് കിട്ടും. അതുപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന ആ ടൈം ആകുമ്പോൾ നമുക്കൊരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആകെപ്പാട് ഈ ഒരു സ്പൂണ് നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ തേങ്ങാപ്പാലിലും ഓൾറെഡി ഓയിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അത്രയും പെർഫെക്റ്റ് ആയിക്കാണ് നമുക്ക് കിട്ടുന്നത്. കേക്ക് നല്ലൊരു ടേസ്റ്റിനും ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ ഞാനിവിടെ കാഷ്നട്ട് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു ടേബിൾ സ്പൂണ് വെളുത്ത എള്ളുണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതായിട്ട് ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഹലുവ തയ്യാറാക്കി എടുക്കുന്നത്. ഭംഗിക്ക് വേണ്ടി അതിന് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് വെളുത്ത എള്ളൊന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അമർത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഗ്ലാസ്സോ വെച്ചിക്കാണ്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ കുറച്ചതിനും കൂടി ഒന്ന് ടൈറ്റ് ആക്കിയാൽ നമുക്കൊരു കറുത്ത ഹലുവേൻ്റെ കളറായി വരും കേട്ടോ. എന്നിട്ട് ഇതൊരു 3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹലുവ നല്ല പെർഫെക്റ്റ് ആയി കണ്ടതിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ദിവസമൊക്കെയാണ് ഇത് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കറുത്ത ഹലുവ കളറൊക്കെ മാറിക്കാണ്ട് ഒരു കറുത്ത ഹലുവേൻ്റെ ഒരു ടെക്സ്ചറിൽ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ച് തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹലുവയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.